ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ ഒരു മധുരക്കിഴങ്ങ് ഞാൻ വെച്ചിട്ടുണ്ട്. ആ മധുരക്കിഴങ്ങ് കൊണ്ട് നമുക്ക് നല്ല ഒരു വിഭവം തയ്യാറാക്കിയാലോ. ഇവിടെ എടുത്തു വെച്ചിരുന്ന മധുരക്കിഴങ്ങ് ഞാൻ ഒരു മധുരക്കിഴങ്ങ് കാണിച്ചില്ല, അതിൽ രണ്ടായിട്ട് മുറിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കി ഇതൊന്ന് വേവിച്ചിട്ട് ഭയങ്കര നന്നായിട്ട് വേവിച്ചതല്ല, വെള്ളം നന്നായിട്ടൊന്ന് വെട്ടി തിളച്ചപ്പോൾ അതിനകത്ത് ഒരു നുള്ളി ഉപ്പോട്ട് ഇതങ്ങോട്ട് ഇട്ട് വെച്ചു ഉടനെ അങ്ങ് എടുത്തു. ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിവിടെ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാം. മതി, കുറച്ച് ഉപ്പ് മതി. നമുക്കിനി ബാക്കി നോക്കാം. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് കലക്കാൻ പോവാണ്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കാം. എപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ, കുറേശ്ശെ. ഇനി കലക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഈ കലക്കിയതിലേക്ക് ഇനി ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇടാൻ പോണത്. 2 ടീസ്പൂൺ ഇട്ടാൽ മതി. ഗോതമ്പ് പൊടി കുറച്ച് മതി, കാരണം ഇതിലൊരു പിടുത്തം കിട്ടാനാണ്. അരിപ്പൊടി മാത്രമാകുമ്പോൾ ഒരു പിടുത്തം കിട്ടില്ല. കുറച്ചുകൂടി ഇടാം. നമുക്ക് ഈ പൊടിയിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. ഇനി മിക്സ് ചെയ്യാം. വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ. ഞാൻ ചീനച്ചട്ടിയല്ല എടുത്തത്, ചീനച്ചട്ടി എടുക്കാം. ചീനച്ചട്ടി ആകുമ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ വേണം, ഇതാകുമ്പോൾ അത്രയും കൂടുതൽ എണ്ണ വേണ്ട. നമുക്ക് ചൂടാവട്ടെ. ഞാൻ മാവ് കലക്കി വെച്ചിട്ട് അതിലോട്ട് ഇതാ കണ്ട, ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് നമുക്ക് എണ്ണ ചൂടായോ എന്ന് ടെസ്റ്റ് ചെയ്യാം. എണ്ണ ചൂടായി ഇത് ഓടി തീർക്കണം. മാവ് ഓടി തീർക്കുമ്പോൾ എൻ്റെ അർത്ഥം എണ്ണ ചൂടായിന്ന മാറ്റി വെച്ചു. നമുക്കിനി ഈ ഇഷ്ടത് എടുത്തിടാൻ പോവാണ് ഞാൻ. ഇടാൻ പോവാണ്. ഇനി നന്നായിട്ടൊന്ന് മുരിഞ്ഞാലേ കൊള്ളാം. ഒച്ചിരി മതി കേട്ടോ, നന്നായിട്ടല്ല, കുറച്ച് മതിയാണ്. ഫ്ലെയിം ഞാൻ കൂട്ടി വെച്ചു, ലോ ഫ്ലെയിം ആയിരുന്നു. ഇതെടുക്കാൻ പോവാണ്. ആയിട്ടുണ്ട്. പഴംപൊരി ഉണ്ടല്ലോ, ഏത്തപ്പഴം ഇട്ടുണ്ടാക്കുന്ന പഴംപൊരി അല്ലെങ്കിൽ വാഴയ്ക്കാപ്പം എന്ന് പറയും, അതിൻ്റെ ഒരു അപരനാണ് ഇതൊന്ന് കഴിച്ച് നോക്കണം നിങ്ങൾ, എന്നിട്ട് പറയൂ. എല്ലാവരും ട്രൈ ചെയ്യണം. ഇത്രയും നേരം കണ്ടതിന് നന്ദി, നമസ്കാരം. ഈ പഴംപൊരിയുടെ കൂട്ടുകാരൻ ഇവനെടുക്കാം, ഇവൻ്റെ വാലക്കുള്ളവനാണ്, ഇവനെടുക്കാം. ഇതാ പൊട്ടിച്ച് കാണിച്ചു തരാം. ഇവിടെ ഏത്തപ്പഴം പോലെ തന്നെ കണ്ടോ, തിന്ന് നോക്കട്ടെ കേട്ടോ. നല്ല സ്വാദ്. കാരണം ഞാൻ ഇത് ഒന്ന് വേവിച്ചല്ലോ, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പോൾ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നന്ദി.